ഹായ് ഹലോ ഇന്ന് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് നോക്കാം. ഓക്കെ, ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സിന് അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ രണ്ട് പോസിറ്റീവായിട്ടുള്ള സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും പോസിറ്റീവായിരിക്കും. അതേപോലെ രണ്ട് പോസിറ്റീവായ സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ഇതുപോലെ തന്നെയാണ്, സെയിം ആണ് എന്ത്, രണ്ട് നെഗറ്റീവ് സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അതുപോലെ രണ്ട് നെഗറ്റീവ് സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും കിട്ടുന്ന ആൻസർ പോസിറ്റീവായിരിക്കും. ഇത് രണ്ടുപേരും സെയിം ആണ്. ഇവിടെ രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, രണ്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ്. ഇനി എപ്പോഴാണ് നെഗറ്റീവ് ആൻസർ ആയിട്ട് വരിക? ഓക്കെ, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇൻ കേസ് ഒരു പോസിറ്റീവ് ഇങ്ങനെ ചിഹ്നം അപ്പുറത്തേക്ക് മാറി വിചാരിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നാലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതന്നെയാണ്, സെയിം ആണ് ഇവിടെയും. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ വ്യത്യസ്ത സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും വരുമ്പോൾ മാത്രമാണ് നമുക്ക് നെഗറ്റീവായിട്ട് ആൻസർ വരും. ഇനി കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പോൾ 2 × 2 എത്രയെന്നറിയാം നമുക്ക്? 4. നമുക്ക് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആൻസർ കിട്ടും. എല്ലാം പോസിറ്റീവ്, നമുക്കൊരു ഡൗട്ടും ഇല്ല. ഇനി -2നെ, അതായത് -2നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എന്തായിരിക്കും? 4 ആയിരിക്കും. അവിടെ നമുക്ക് ഉത്തരം എന്താണ്? പോസിറ്റീവാണ്. അത് കാരണം ഓക്കെ. അപ്പോൾ -2നെ നമുക്ക് -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഉത്തരം? 1 ആയിരിക്കും. അവിടെ പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ എന്താണ്? പോസിറ്റീവ്. ഇനി ഒരു നെഗറ്റീവ് സംഖ്യയെ ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ട്, ഈ പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പ്ലസ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്ലസ് അപ്പോൾ -2നെ, അതായത് -2നെ +2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് സംഖ്യ ആയിരിക്കും അല്ലേ. അതായത് 2 × 2 4 മൈനസ് ഇട്ടു നമ്മൾ. ഇനി ഇവിടെ -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? -1. നെഗറ്റീവ് ആയിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും കിട്ടുക. ഇനി ഒരു പോസിറ്റീവായ ഒരു സംഖ്യയെ ഒരു നെഗറ്റീവായ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 2 × 2 4 നെഗറ്റീവ്. രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നു. ഡിവിഷൻ്റെ കേസിലോ അതെ, സെയിം ആണ്. ഡിവിഷനിലും 2 ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ 2നെ 2 കൊണ്ട് -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ സിമ്പിളായിട്ടൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അറിയാം അല്ലേ? 1 കിട്ടും. ഓക്കെ, 2നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ ഒക്കെ വെട്ടിക്കളയാം. അപ്പോഴും നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 1 എന്ന് ഉത്തരം കിട്ടും. ഇനി -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴോ നമുക്ക് ഈ രണ്ടും മാത്രം വെട്ടിപ്പോവുള്ളൂ അല്ലേ. അപ്പോൾ 1 എന്നുണ്ട്, ഈ മൈനസ് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് ഓരോ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി പറയണം കേട്ടോ. ഇനി 2നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ ഈ രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ ഈ മൈനസ് മാത്രമേ ഉള്ളൂ അല്ലേ. -2ൽ 2 ഒരു പ്രാവശ്യം 1. മൾട്ടിപ്ലിക്കേഷനിൽ എന്താ പ്രത്യേകത? 2 പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും, 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. വ്യത്യസ്ത ചിഹ്നങ്ങളായിരിക്കുമ്പോൾ മാത്രമാണ് നെഗറ്റീവ് ആൻസർ ആയിട്ട് വരികയുള്ളൂ. അഡിഷൻ വളരെ എളുപ്പമാണ്. എന്താ വളരെ എളുപ്പമെന്ന് വെച്ചാൽ, 2 പോസിറ്റീവ് സംഖ്യകളാണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. 2 നെഗറ്റീവ് സംഖ്യകളാണെങ്കിലും ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കില്ല, പകരം നെഗറ്റീവ് ആയിരിക്കും. 2 നെഗറ്റീവ് ആകുമ്പോൾ ഉത്തരം നെഗറ്റീവ്, 2 പോസിറ്റീവ് ആകുമ്പോൾ ഉത്തരം പോസിറ്റീവ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ 2 + 2 = 4 അല്ലേ. 2 പോസിറ്റീവ്, ഉത്തരം പോസിറ്റീവ്. അപ്പോൾ 3 പോസിറ്റീവായി. ഇനി -2 + -2 ഇങ്ങനെ വന്നാലോ? അപ്പോഴും എന്തായി? ഉത്തരം -4. കൂട്ടിയിട്ട് ചിഹ്നം എന്തിട്ട് കൊടുക്കുക? മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും മൈനസായി. ഓക്കെ, നെഗറ്റീവ് സംഖ്യകളാണ്, എല്ലാവരും നെഗറ്റീവ് സംഖ്യകളാണ്.
ഇനി 2 വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകളാണ് കൂട്ടാൻ വന്നതെങ്കിലോ, അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നമ്മൾ വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഓക്കെ, 2 വ്യത്യസ്ത ചിഹ്നത്തിലുള്ളതാണെങ്കിൽ നമ്മൾ കുറയ്ക്കുന്നൊരു പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടും. ഓക്കെ, ഇവിടെ 5 പ്ലസ് -2 ആണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക? 5ൽ നിന്ന് 2 കുറയ്ക്കും, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും അല്ലേ. ഓക്കെ, ഇനി ഈ 5 എന്ന് പറയുന്നത് ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാലോ, ഇവിടെ എന്നല്ല വലിയ സംഖ്യയ്ക്ക് മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടും? 5ൽ നിന്ന് 2 പോയാൽ 3, വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ്. ഓക്കെ, ഒരു ഡൗട്ടില്ലല്ലോ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നമ്മൾ വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്തു. ഇവിടെ 5 ആണ് വലിയ സംഖ്യയ്ക്ക് ഇവിടെ നെഗറ്റീവ് വന്ന കാരണം നമ്മൾ എന്ത് ചെയ്തു? ഉത്തരത്തിൽ നെഗറ്റീവ് വന്നു. വളരെ സിമ്പിളാണ് അല്ലേ. ഇതും എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ അഡിഷൻ നന്നായി പഠിച്ചാലാണ് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സബ്ട്രാക്ഷനിൽ മാത്രം, സബ്ട്രാക്ഷനാണ് പലർക്കും നല്ലൊരു ഏത് ചിഹ്നമാണ് വരിക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഡൗട്ട് വരും. ഉത്തരം കറക്റ്റ് ആവാറുണ്ടോ, കറക്റ്റ് ആവണില്ലേ, ഞാനിട്ട് ചിഹ്നം തെറ്റാണോ അതോ ശരിയാണോ, ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ വാചകത്തിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ശരിയാവും. ഉറപ്പാണ്, 100% ഉറപ്പായിട്ടുള്ള കാര്യം. നമ്മളൊരു ശ്രദ്ധ വേണം കേട്ടോ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ്റെ കാര്യത്തിൽ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. എന്താ? കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. നമ്മളിവിടെ സത്യത്തിൽ എന്താ ചെയ്യണത്? നമ്മൾ കൂട്ടലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സബ്ട്രാക്ഷനിൽ. ഇനി അതെങ്ങനെ ചെയ്യാമെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടുത്തെ മെത്തേഡ് എന്താ? ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കാണാതെ പഠിച്ചേക്കണം. എന്താണ്? കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. ഓക്കെ, 2 പോസിറ്റീവ് സംഖ്യകൾ കുറയ്ക്കാൻ വേണ്ടി വന്നാൽ നമുക്ക് ഉത്തരം പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 4 - 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം നമുക്കറിയാം പോസിറ്റീവായ ഒരു സംഖ്യ ആയിരിക്കും. അതായത് 2 തന്നെ ആയിരിക്കും ആൻസർ കിട്ടുക. ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല അല്ലേ. ഇനി നെഗറ്റീവായിട്ടുള്ള വാല്യൂ എങ്ങനെ വരിക? ഇപ്പോൾ 2 - 4 ഇത് 2 പോസിറ്റീവ് സംഖ്യകളല്ലേ. 2 പോസിറ്റീവ് സംഖ്യകളാണ്. അപ്പോൾ ഇത് പലർക്കും വേറെ മെത്തേഡിലൂടെ അറിയാമെങ്കിലും നമ്മളിവിടെ ഞാൻ പറഞ്ഞു തന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാം. ഈ സംഖ്യയും പോസിറ്റീവാണ് അല്ലേ. നമ്മളിവിടെ കുറയ്ക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് ആരാ? ഈ 4 ആണ് നമ്മുടെ കുറയ്ക്കേണ്ട സംഖ്യ. അതായത് കുറയ്ക്കേണ്ട സംഖ്യ എപ്പോഴും ഇവിടെ കിടക്കുന്ന നമ്പർ ആയിരിക്കും കുറയ്ക്കേണ്ട സംഖ്യ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. അപ്പോൾ കുറയ്ക്കേണ്ട സംഖ്യ നമ്മൾ താഴ്ത്തിക്കെടുത്ത് എഴുതുമ്പോൾ നമ്മുടെ കുറയ്ക്കേണ്ട സംഖ്യ ആരാ? പോസിറ്റീവാണ്. അതിന് നമ്മൾ ചിഹ്നം മാറ്റി, പോസിറ്റീവിന് നമ്മൾ നെഗറ്റീവാക്കി ആൻഡ് ചിഹ്നം മാറ്റി കൂട്ടുക. അപ്പോൾ കൂട്ടണം. ഓക്കെ, ഇനി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടാൻ വേണ്ടി വന്നാൽ നമ്മൾ കൂട്ടൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ നമുക്ക് കൂട്ടാൻ വേണ്ടി വന്നാൽ എന്താ ചെയ്യുക? നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും അല്ലേ. അത് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കും. 4ൽ നിന്ന് 2 പോയാൽ 2 കിട്ടും. മനസ്സിലായ? ഇതാണ് ആൻസർ. ഒരു സ്റ്റെപ്പ് നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇനി ഇതെങ്ങനെ ചെയ്യാം? നമുക്കിവിടെ ഒരു എക്സാമ്പിൾ വഴി ചെയ്ത് നോക്കാം കേട്ടോ. -2 - 4 അതായത് കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാം? -2 അതേപോലെ എഴുതി കൂട്ടലാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറയ്ക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. 4ൻ്റെ ചിഹ്നം മാറ്റണം. 4 ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചിഹ്നം മാറ്റി നെഗറ്റീവാക്കി. ഇനി നമുക്കറിയാലോ 2 നെഗറ്റീവ് സംഖ്യകൾ കൂട്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിയിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കും. അപ്പോൾ മൈനസ് കൂട്ടുക, 4 2 6 -6 കിട്ടി. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്ത്? കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടി. നമ്മളിവിടെ ഈ കൊടുത്തിരിക്കുന്നതൊന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട. ഈ ഒരൊറ്റ ഞാൻ പറഞ്ഞു തന്ന ഒരൊറ്റ സെൻറ്റൻസ് മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. എന്ത്? കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. അപ്പോൾ കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാം. 4 - -2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യും? ഇവിടെ നമുക്കറിയാം അല്ലേ, കുറയ്ക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചിഹ്നം മാറ്റുമ്പോൾ അത് +ആയി. ചിഹ്നം മാറ്റി കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. 4നെ ഇറക്കിയത്. ഇനിയിപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ 4 + 2 എത്ര? 6. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? 6 അല്ലേ. 6 വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. 3 - -1 കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. അപ്പോൾ 3 + 1 എത്രയായി? 4. അപ്പോൾ നമുക്ക് ആൻസർ എന്തായി? 4.
പോസിറ്റീവായി. ഓക്കെ, അടുത്തത് രണ്ട് നെഗറ്റീവ് സംഖ്യകൾ വരുമ്പോൾ, അതായത് -4 -2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യുക? ഓക്കെ, കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി +2 ആക്കി. കുറയ്ക്കണം എന്നുള്ളത് എന്താക്കി? കൂട്ടുക എന്നാക്കി. കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. -4 അതേപോലെ താഴ്ത്തി കിടക്കിയത്. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? നമുക്ക് കൂട്ടലാണ് ഇവിടെ രണ്ട് വ്യത്യസ്ത, അതാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഉത്തരം തെറ്റിപ്പോവും. അപ്പോൾ ശ്രദ്ധിക്കണം. മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ, അതായത് പോസിറ്റീവും നെഗറ്റീവും കൂട്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പോൾ 4ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ 2 എന്ന് ആൻസർ കിട്ടും. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ -2 എന്ന് ആൻസർ കിട്ടും അല്ലേ? ഇനി -2 -1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. അപ്പോൾ നമ്മൾക്ക് -2 അതേപോലെ ഇറക്കി എഴുതി. കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുകയാണ്. അപ്പോൾ കൂട്ടി മൈനസ് ഉള്ളത് ഇവിടെ +ആയി, +1 ആയി അല്ലേ? ഞാനൊന്ന് മാറ്റിയിട്ട് തരണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ 2ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 1, ആൻസർ വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. ഓക്കെ, ഇനി വേറൊരു സംഖ്യ തരാം. -1 -2 ഇതെങ്ങനെ ചെയ്യാം നമുക്ക്? ഓക്കെ, -1 അതേപോലെ എടുത്തെഴുതി കൂട്ടുകയാക്കണം അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ കൂട്ടി കുറയ്ക്കേണ്ട സംഖ്യ മൈനസ് ആണെങ്കിൽ നമ്മളത് പ്ലസ് ആക്കി. അപ്പോൾ കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളായി. അപ്പോൾ വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറച്ചാൽ 1 എന്ന് കിട്ടും. വലുതിൻ്റെ ചിഹ്നം ഇവിടെ പ്ലസ് ആണ് അല്ലേ? അപ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടി? 1. അപ്പോൾ സത്യത്തിൽ വളരെ എളുപ്പമാണ്. ആ ഒരു സെൻറ്റൻസ് പഠിച്ച് വെച്ച് നമ്മൾ ഈ ഒരു സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡൗട്ട് വരില്ല. ഇതേത് നെഗറ്റീവാണോ വരിക അതോ പോസിറ്റീവാണോ വരിക എന്നൊരു ഡൗട്ട് ഇതോടുകൂടി നമുക്കിവിടെ ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ്റെയും ചിഹ്നം എങ്ങനെ വരിക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.